നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായിരുന്നു അനന്തകൃഷ്ണൻ്റെ പാതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും ലാപ്ടോപ്പുമെല്ലാം ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന പരിപാടി. ഒരുപക്ഷെ നാളിതുവരെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കുംഭകോണം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതിന് അനന്തകൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്ന നടപടിയാവട്ടെ മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും വരെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതികളായിരുന്നു. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അർഹരായ പാവപ്പെട്ടവരുടെ ലിസ്റ്റിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്ത് എല്ലാവർക്കും പാതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും പഠനോപകരണങ്ങളുമെല്ലാം നൽകുന്നു എന്ന തരത്തിൽ തന്നെയായിരുന്നു അനന്തകൃഷ്ണന്റെ പദ്ധതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 5 പൈസ മുതൽ മുടക്കില്ലാതെ തന്നെയാണ് അനന്തകൃഷ്ണൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്ന് പറയുമ്പോൾ ഇത് കേട്ടവർ ഇപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷക്കണക്കിന് ആളുകളുടെ കോടിക്കണക്കിന് രൂപയാണ് അനന്തകൃഷ്ണൻ തട്ടിച്ചെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇടുക്കി സ്വദേശിയായ ഇയാളുടെ പുഞ്ചിരിയും സൗമ്യമായ പെരുമാറ്റവും തന്നെയായിരുന്നു ഇയാളുടെ മുതൽക്കൂട്ട്. BJP നേതാവായ AN രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന നിരവധി രാഷ്ട്രീയക്കാരെ ഇയാൾ ഇതിനുവേണ്ടി ചട്ടുകമാക്കി എന്നുള്ളതും വസ്തുതാപരമായ കാര്യങ്ങളാണ്. കോൺഗ്രസ് പ്രവർത്തകയായ ലാലി വിൻസെന്റിന് വരെ ഇതിന്റെ നിയമോപദേശകയായി അനന്തകൃഷ്ണൻ നിയമിച്ചു എന്ന് പറയുമ്പോൾ എത്ര ആഴത്തിലുള്ളതാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയേതരമായ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അനന്തകൃഷ്ണൻ കോടിക്കണക്കിന് രൂപയുടെ ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളത് വ്യക്തമാക്കാൻ സാധിക്കും. അനന്തകൃഷ്ണൻ പാതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പുകളും തയ്യൽ മെഷീനുകളും ആളുകൾക്ക് വിതരണം ചെയ്യുന്നു എന്നറിയുമ്പോൾ ഈ പരിപാടിയിലേക്ക് സംബന്ധിക്കുവാൻ വേണ്ടി തങ്ങളുടെ കൂടെ നേട്ടമായി ഇത് മാറ്റിയെടുക്കുവാൻ വേണ്ടി കേരളത്തിലെ എല്ലാവിധ രാഷ്ട്രീയ കക്ഷികളും മത്സരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ അനന്തകൃഷ്ണന്റെ ഇത്തരം ഒരു പരിപാടിയിൽ സമ്മാന വിതരണത്തിന് വേണ്ടി എത്തുകയുണ്ടായി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി അനന്തകൃഷ്ണനായി എന്ന് പറയുമ്പോൾ എത്രത്തോളം ബുദ്ധി സാമർഥ്യത്തോടു കൂടി തന്നെയാണ് കേരളത്തിലെ പാവപ്പെട്ടവരെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാം വിശ്വാസം നേടിയെടുത്തുകൊണ്ട് സാധാരണക്കാരായ ആളുകളിൽ നിന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മേടിച്ചു അനന്തകൃഷ്ണൻ കോടീശ്വരനായി മാറിയത് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. അനന്തകൃഷ്ണന്റെ പദ്ധതികൾ വളരെ ലളിതമായിരുന്നു. മുൻപ് LML പരിപാടി പോലെ തന്നെ ആവിഷ്കരിച്ചതായിരുന്നു. താഴെ തട്ടിൽ നിന്നും സ്വരൂപിക്കുന്ന പണം മറ്റൊരു കൈകളിലേക്ക് എത്തിച്ചേരുന്നു. 10 പേരിൽ നിന്നും ഇയാൾ സ്കൂട്ടർ പകുതി വിലയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ തയ്യൽ മെഷീൻ കൊടുക്കാം, ലാപ്ടോപ്പ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങുമ്പോൾ ആദ്യത്തെ 5 പേരുകാർക്ക് ഇയാൾ ഇതെല്ലാം ലഭ്യമാക്കിയിരുന്നു. വീണ്ടും 10 പേരെ കൂടി ചേർക്കുമ്പോൾ അടുത്ത 5 പേർക്ക് കൂടി ഇയാൾക്ക് ഇത്തരം കാര്യങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കും. എപ്പോഴും ഇതുപോലെ കോടിക്കണക്കിന് രൂപ ഇയാളുടെ കയ്യിൽ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ആദ്യം വിശ്വാസ്യത കൈവരിക്കാൻ ഇയാൾ കാണിച്ച പദ്ധതികളുടെ ശുഷ്കാന്തി പിന്നീട് കണ്ടില്ല. കോടിക്കണക്കിന് രൂപ അനന്തകൃഷ്ണന്റെ കയ്യിൽ വന്നതോടുകൂടി ഇയാളുടെ പേരിലും ഇയാളുടെ ബന്ധുക്കളുടെ പേരിലും മറ്റു ബിനാമികളുടെ പേരിലുമെല്ലാം ഏക്കർ കണക്കിന് ഭൂമികളാണ് അനന്തകൃഷ്ണൻ വാങ്ങിക്കൂട്ടിയത്. പിന്നീട് പണമടച്ച ആളുകൾക്ക് കൃത്യമായ രീതിയിൽ പറഞ്ഞ സമയത്ത് സ്കൂട്ടറോ ലാപ്ടോപ്പോ കിട്ടാതെ വന്നതോടുകൂടി ആളുകൾ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. BJP നേതാവായ AN രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് സമാധാനം ചോദിച്ചുകൊണ്ട് ചെന്നപ്പോൾ എനിക്കിതിൽ യാതൊരു തരത്തിലും ഉത്തരവാദിത്തമില്ല, ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമായി ഞാൻ ചേർന്ന് നിൽക്കുകയാണ് ചെയ്തത് എന്നാണ് AN രാധാകൃഷ്ണനും കൈമലർത്തിയത്. എന്നാൽ CPMന്റെ ആളുകൾ ആദ്യം ധരിച്ചിരുന്നതാവട്ടെ ഇത് BJPയെ വളർത്തുന്നതിന് വേണ്ടി AN രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് BJPയെ വളർത്തുവാൻ വേണ്ടി നടത്തുന്ന തന്ത്രമാണ് എന്നാണ് തിരിച്ചറിഞ്ഞത്. പിന്നീടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അനന്തകൃഷ്ണന്റെ ഇത്തരം ഒരു പരിപാടിയിൽ സംബന്ധിച്ച് സമ്മാന വിതരണത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ CPMകാരും അക്ഷരാർത്ഥത്തിൽ ഇതിൽ പെട്ടുപോവുകയായിരുന്നു. സാധാരണക്കാരായ നിത്യവരുമാനക്കാരായ ആളുകളെയാണ് അനന്തകൃഷ്ണൻ ഇത്തരം തട്ടിപ്പിന് ഇരയാക്കിയത് എന്നുള്ളതാണ് പറയാൻ കഴിയുക. വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എറണാകുളത്ത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ താലി ചരട് വരെ പണയം വെച്ചുകൊണ്ടാണ് ഏതാണ്ട് 60,000 രൂപ സ്കൂട്ടർ ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ പദ്ധതിക്ക് വേണ്ടി മുടക്കിയത്. സ്കൂട്ടർ കിട്ടുന്നതിന് വേണ്ടിയോ അല്ല എന്നുണ്ടെങ്കിൽ താൻ മുടക്കിയ പണം കിട്ടുന്നതിന് വേണ്ടിയോ അദ്ദേഹം ഇപ്പോൾ തേരാപാര ഇത്തരം ആളുകളുടെ വീടുകൾ കയറി ഇറങ്ങി നടക്കുന്ന കാഴ്ചയാണ്, ദുസ്സഹമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഇതിലൊന്നും ഇടപെടാൻ സാധിക്കാത്ത അത്തരത്തിൽ കാര്യങ്ങൾ വഷളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് തട്ടിപ്പാണ്, ഇത്തരം തട്ടിപ്പുകൾ തിരിച്ചറിയണം എന്ന് പല ദിക്കിൽ നിന്നും സൂചനകൾ ഉണ്ടായിട്ടും ഇവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള അന്വേഷണം നടത്താതിരുന്നത് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനോടും ആളുകൾ ചോദിക്കുന്നത്. അനന്തകൃഷ്ണൻ മറ്റുള്ള കമ്പനികളുടെ CSR ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പാതി വിലയ്ക്ക്
സ്കൂട്ടറും ലാപ്ടോപ്പും എല്ലാം സാധാരണക്കാരായ ആളുകൾക്ക് നൽകുന്നത് എന്ന് പറയുമ്പോൾ ഏത് കമ്പനിയുടെ CSR ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് അനന്തകൃഷ്ണൻ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നത് എന്ന് ചോദിക്കുവാൻ ഈ പദ്ധതിയിൽ ചേർന്ന ആരും തയ്യാറായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. AN രാധാകൃഷ്ണനെ പോലെയുള്ള ലാലി വിൽസന്റിനെ പോലുള്ള ആളുകളും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. AN രാധാകൃഷ്ണന്റെ BJPയിലുള്ള വിശ്വാസ്യതയും ലാലി വിൽസന്റിനെ പോലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വിശ്വാസ്യതയെല്ലാം നേടിയെടുത്തുകൊണ്ട് ആ വിശ്വാസ്യതയുടെ പുറത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി അനന്തകൃഷ്ണൻ സാധിച്ചു എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്ന് തന്നെയാണ് ഇത് എന്നുള്ളതിന് നിസ്സംശയം പറയാൻ സാധിക്കും. അനന്തകൃഷ്ണന്റെ പുഞ്ചിരിക്കുന്ന മുഖവും സൗമ്യമായ പെരുമാറ്റ രീതികളുമെല്ലാം കണ്ട് ആളുകൾ ഇതിൽ വീണുപോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ബ്ലോക്ക് അടിസ്ഥാനത്തിലും ഞങ്ങൾ കൂടി ഇത്തരം പുരോഗമനപരമായ അല്ലെങ്കിൽ വികസനോന്മുഖമായ പ്രവർത്തനത്തിൽ പങ്കാളികളാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് മെമ്പേഴ്സും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് മെമ്പേഴ്സും ബ്ലോക്ക് പ്രസിഡന്റുമാരും എല്ലാം അനന്തകൃഷ്ണന്റെ വലയിൽ വീഴുകയായിരുന്നു. ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് ധരിപ്പിച്ച് ജനങ്ങളിൽ നിന്നും പണം സ്വീകരിച്ചുകൊണ്ട് സ്കൂട്ടറും ലാപ്ടോപ്പും എല്ലാം പകുതി വിലയ്ക്ക് ഞങ്ങൾ നൽകുന്നതാണ് എന്ന രീതിയിൽ തന്നെയാണ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വക്താക്കളും പറഞ്ഞിരുന്നത്. ഇതെല്ലാം ഇത്തരക്കാർക്ക് ഇപ്പോൾ വിനയായി തീർന്നിരിക്കുന്നു. അനന്തകൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. ജനങ്ങൾ കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിൽ നീണ്ട മുടിയും താടിയും എല്ലാം മുറിച്ച് ഇപ്പോൾ പഴനിയിൽ പോയി തലമുണ്ടനം ചെയ്ത ഭക്തന്റെ അവസ്ഥയിലായിരിക്കുന്നു അനന്തകൃഷ്ണൻ. കണ്ടാൽ തിരിച്ചറിയാത്ത വിധത്തിലേക്ക് അനന്തകൃഷ്ണൻ രൂപമാറ്റം വരുത്തിയിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട സവിശേഷത തന്നെയാണ്. ഇനിയും മലയാളികൾ ഇത്തരത്തിൽ നിരവധി തട്ടിപ്പിനിരയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയോ തട്ടിപ്പുകൾ ഇതിനു മുമ്പ് പല രൂപത്തിൽ പല വിധത്തിൽ കേരളത്തിൽ അരങ്ങേറി. മണി ചെയിൻ പോലുള്ള പണമിടപാടുകൾ, പണം ഇരട്ടിപ്പിക്കുന്ന പണമിടപാടുകൾ, ഒഞ്ചിയം, മാഞ്ചിയം, തേക്ക് എന്നൊക്കെ പറഞ്ഞ് നിരവധി മറ്റ് ഇടപാടുകൾ. ഇത്തരം പുതിയ ഇടപാടുകൾ വരുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കണ്ണടച്ച് ഇത്തരം പദ്ധതികളിൽ പണം നിക്ഷേപിക്കുക എന്നുള്ളത് മലയാളിയുടെ ഒരു വലിയ പരിമിതി തന്നെയാണ് എന്ന് വേണം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ. താലിമാല വരെ പണയം വെച്ച് സ്കൂട്ടറിന് വേണ്ടി പണം കൊടുത്ത അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം വിദഗ്ധമായി തന്നെയാണ് ഇവർ ഈ തട്ടിപ്പ് നടപ്പിൽ വരുത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും കൂടുതൽ പണം ഈ വിഭാഗത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച ആളുകൾ തന്നെയാണ്. വിരമിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയ പണത്തിന്റെ നല്ലൊരു ശതമാനം ഇതുപോലെ അനന്തകൃഷ്ണന്റെ ഇത്തരം നിക്ഷേപ പദ്ധതികളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇല്ലാത്ത കമ്പനികളുടെ ഇല്ലാത്ത CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് പാതി വിലയ്ക്കും സ്കൂട്ടറും ലാപ്ടോപ്പും പഠനോപകരണങ്ങളും എല്ലാം നൽകും എന്ന് പറഞ്ഞ അനന്തകൃഷ്ണന്റെ വാക്ചാതുരിയിൽ വീണുകൊണ്ട് കേരളത്തിലെ വീട്ടമ്മമാരടക്കം നല്ലൊരു ശതമാനം NGOകളടക്കം ഈ പദ്ധതിയിൽ കമിഴ്ന്നടിച്ച് വീണിരിക്കുന്നു. ഇവരുടെ പണം ഇനി ആര് കൊടുക്കാൻ, എവിടെ നിന്ന് തിരിച്ചു കിട്ടും എന്നുള്ള വ്യഗ്രതയിലും ആകുലതയിലും തന്നെയാണ് ഇപ്പോൾ പലരും. എന്തായാലും ഇതിൽ നിന്നും കേരളത്തിന് മറ്റൊരു പാഠം കൂടി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. എന്തൊരു പഴയ തട്ടിപ്പും, അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വരികയാണെങ്കിൽ, പഴയ തട്ടിപ്പ് പുതിയ രൂപഭാവത്തിൽ കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഇനിയും ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ ആളുകൾ തയ്യാറായിരിക്കും. അനന്തകൃഷ്ണ പോലുള്ള ആളുകൾ തടിച്ചു കൊഴുക്കും കോടികൾ നേടി അവർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിലോ കർണാടകത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലോ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് നിക്ഷേപം ഉണ്ടാക്കും. കോടിക്കണക്കിന് രൂപയുടെ ഭൂമികൾ വാങ്ങിക്കൂട്ടും. പ്രഭുക്കന്മാരായി, കോടീശ്വരന്മാരായി അവരെല്ലാം ജീവിക്കും. താലിമാല വരെ പണയപ്പെടുത്തി തങ്ങൾക്ക് നാളെ ലാപ്ടോപ്പോ സ്കൂട്ടറോ കിട്ടും എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ പൂർണ്ണമായും കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ പ്രധാനമന്ത്രിയെ വരെ അനന്തകൃഷ്ണൻ കരുവാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഞെട്ടുന്ന അവസ്ഥയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് പ്രധാനമന്ത്രിയെ ഷാൾ അണിയിക്കുന്ന ഒരു ചിത്രം എടുത്തുകൊണ്ട് ആ ചിത്രം പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് പാതി വിലയ്ക്ക് താൻ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്കൂട്ടറും ലാപ്ടോപ്പും നൽകുന്നതാണ് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയും അനന്തകൃഷ്ണനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം, മുഖ്യമന്ത്രിയും അനന്തകൃഷ്ണനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം, ഇതുപോലെ മറ്റു മന്ത്രിമാരും സമൂഹ മധ്യത്തിലെ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് അനന്തകൃഷ്ണൻ വളരെ വിദഗ്ധമായി തന്നെ കേരളത്തെ തട്ടിച്ചിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ കവർന്നിരിക്കുന്നു. ഇനിയും CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പാതി വിലയ്ക്ക് സ്കൂട്ടറോ ലാപ്ടോപ്പോ എല്ലാം കിട്ടും എന്ന് സ്വപ്നം കണ്ട് താലിമാല വരെ പണയപ്പെടുത്തി വീട്ടിലെ ആടിനെയോ കോഴിയെയോ എല്ലാം വിറ്റ് കാശ് കൊടുത്തവർ ഇപ്പോൾ എങ്ങോട്ട് പോകേണ്ടു, എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ മരവിച്ച് നിൽക്കുന്നു. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അനന്തകൃഷ്ണന്റെ ഇത്തരം ചടങ്ങിൽ പങ്കെടുത്തത് കൊണ്ട് മുഖ്യമന്ത്രിക്കും ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. പണം നഷ്ടപ്പെട്ടവർക്ക് ഏത് വിധേനയും അത് അനന്തകൃഷ്ണൻ അനധികൃതമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഭൂമി വിറ്റിട്ടായാലും പാവപ്പെട്ടവന്റെ പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ കോടതിയിലൂടെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും ശ്രമിക്കേണ്ടത് തന്നെയാണ്. AN രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ നിന്നും കൈകഴുകി മാറി നിൽക്കാൻ സാധിക്കും
സാധിക്കില്ല. ഇവരുടെ പേരും ചിത്രവും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഈ തട്ടിപ്പിന് ഇവർക്കും പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് പണം നഷ്ടപ്പെട്ടവർക്ക് പണം വാങ്ങിക്കൊടുക്കുന്നതിന് AN രാധാകൃഷ്ണനും ലാലി വിൽസന്റും അടക്കമുള്ള ആളുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത്തരം ഉത്തരവാദിത്തത്തിൽ നിന്നും ഇവർ പിന്മാറാൻ പാടില്ല. പണം നഷ്ടപ്പെട്ടവർക്ക് ഏത് വിധേനയും ആ പണം തിരിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം ലാലി വിൻസെന്റിനും AN രാധാകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം ഉണ്ട് എന്നുള്ളത് ആരും വിസ്മരിക്കരുത്. പാവപ്പെട്ടവര് അവർ കോഴിയെ വിറ്റും ആടിനെ വിറ്റും താലിമാല പണയം വെച്ചും കൊടുത്തുക ആ പണം അവർക്ക് തിരിച്ചു കിട്ടുവാനുള്ള സംവിധാനങ്ങൾ ഇവർ ഓരോരുത്തരും ഉണ്ടാക്കേണ്ടതാണ്.